ഹലോ. പണ്ട് കാലങ്ങളിൽ മൈസൂറിലൊക്കെ കിട്ടുന്ന ഒരു തട്ടുകട പലഹാരമാണ്. അവിടെ അതിന് പക്കാവടയെന്ന് പറയും, ചിലർ ബോണ്ടാന്ന് പറയും, പലതും പറയും. അപ്പോൾ ഞാൻ ഇന്ന് അതുണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഫസ്റ്റിൽ ഞാൻ കാണിക്കുന്നത്. സബോള അരിഞ്ഞു വെച്ചത്, സബോള, അതേപോലെ തന്നെ ഇഞ്ചി, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് ഞാൻ ഇതിനു വേണ്ടി ചേർക്കാൻ. പിന്നെ എണ്ണ, അതായത് സൺഫ്ലവർ ഓയിൽ. അപ്പം ഞാനതിന് പൊടി കുഴയ്ക്കുന്നതാണ്. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഈ പൊടി കുഴയ്ക്കുന്നത്. കണ്ടോ, പൊടി കുഴച്ചെടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലും തൈരും ചേർത്തിട്ടാണ് ഞാൻ ഈ പൊടി കുഴച്ചിരിക്കുന്നത്. തൈരും ഉപ്പും ഇത്രയും ചേർത്ത് കുഴച്ചു. ഇനി നമുക്കതിനകത്തേക്ക് സബോള ഇടാം. അവിടെ വെച്ച് സൗകര്യമില്ല, അപ്പോൾ ഞാൻ താഴ്ത്തി വെച്ചതാ. സബോള തീർത്തിടാം. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇഞ്ചി ഇടാം നമുക്കതിനകത്ത്. ഇനി നമുക്ക് ജീരകം, അത് ചെറിയ ജീരകം കേട്ടോ, ഒരു നുള്ളി ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില, അത് നമുക്കതിലേക്കിടാം. ഇനി നമുക്ക് പച്ചമുളക്. ഈ പച്ചമുളക് 2 പച്ചമുളക് കേട്ടോ, ഞാൻ അരിഞ്ഞ് വെച്ച കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി അതാകുമ്പോൾ നമുക്ക് നന്നാക്കി ഒന്ന് കുഴച്ച് വെക്കാം. കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് തൈരും വെള്ളം ചേർത്തിട്ടില്ല, തൈരും സൺഫ്ലവർ ഓയിലും ഉപ്പും കൂടെ ചേർത്താണ് പൊടി കുഴച്ചേക്കുന്നത്. കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ വേണം, കയ്യെ പറ്റുന്നുണ്ട്, അപ്പോൾ അത് ഇച്ചിരി കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ശരിയാക്കാം. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. മറ്റേ കയ്യിലിങ്ങനെ പറ്റി പിടിക്കുകയാണേ, അപ്പോൾ കയ്യിൽ അതങ്ങോട്ട് വിട്ടുപോരുക. വെള്ളം ഒരു കാരണവശാലും ഇതിനകത്ത് ചേർക്കുകയേ ചെയ്യരുത്. വെള്ളം ചേർത്ത് കുഴയ്ക്കുകയില്ല. ഇത് വേണ്ട, ഇങ്ങനെ കുഴച്ച് അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമുക്കൊരു ചമ്മന്തി അരച്ച് വെക്കാം. ഒരു ചമ്മന്തിയാണ് ഇതിന് കൂട്ടുന്നത് നമ്മൾ. അത് വെച്ചതിന് ശേഷം നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. അതാണ് മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട, അതിൽ ചേർക്കുന്ന സാധനങ്ങളാണ് 2 പച്ചമുളക്, അത്രയും മതി. ഒരു നല്ല എരിവുള്ള പച്ചമുളകായത്, നമ്മളിവിടെ തന്നെ നട്ടുണ്ടാക്കിയ പച്ചമുളകാണ്. ഇഞ്ചി, ഇഞ്ചിയാണ്, കുറച്ച് ഇഞ്ചി. ഇനി നമുക്കതിനകത്തേക്ക് തേങ്ങ ഇടാം. ഇത് പുതിനയില ചമ്മന്തിയാണ്. ഇനി നമുക്ക് 2 ചെറിയുള്ളി നല്ലോണം പൊളിച്ചിട്ട് ശരിയാക്കി വെച്ചേക്കുന്നതാണ്, കഴുകി വെച്ചിരിക്കുന്നത്. ഇതാണ് പുതിന. ഇത് ഞാനിവിടെ നട്ട് പിടിപ്പിച്ച പുതിനയാണ്. നമുക്കെപ്പോഴും പുതിനയൊക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഒരു തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, വേറുള്ള ഒരു തണ്ട് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അതിങ്ങനെ നിലനിൽക്കും. അത് മഴക്കാലം വരുമ്പോൾ എടുത്ത് മഴവെള്ളം, അധികം കണ്ടമാനം മഴവെള്ളം വീഴാത്ത ഭാഗത്തേക്ക് എടുത്ത് മാറ്റി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉപ്പ്. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയാണ്. 2 ടീസ്പൂൺ വിനാഗിരിയാണ് നമ്മളതിനകത്ത് ചേർക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് കിട്ടും. ഒരുപാട് പുളി വേണ്ട നമുക്ക്. ഇത് ഞാൻ ടീസ്പൂൺ നിറയുന്നില്ല കേട്ടോ, ഞാനതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിക്കും. ഒരു 3/4 വെച്ചേ ആകുന്നുള്ളൂ. കാരണം ഇങ്ങോട്ട് ഒത്തിരി അകത്തേക്ക് വീണ് പോയാൽ കണക്കിൽ കൂടുതലാകുമെന്ന് പേടിച്ചിട്ട് നിറയാതെ തന്നെ ഞാൻ ഒഴിച്ചതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ച് കൊണ്ടുവന്ന് നന്നായി അരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു പച്ച കളറ്. ഇതിന് നല്ലൊരു മണമൊക്കെ ആയി ചമ്മന്തിക്ക്. ഇത് അരച്ച് കഴിയുമ്പോൾ തന്നെ വരിക്കകത്ത് നല്ലൊരു മണം വരും. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻഡക്ഷൻ കുക്കറെ വെക്കുന്ന കാരണം വേറൊരു കാര്യമുണ്ട്, എനിക്ക് കുഴിയുള്ള പാത്രം വയ്ക്കാൻ പറ്റത്തില്ല. കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, അപ്പോൾ അതിങ്ങനെ ഉരുണ്ട് പൊങ്ങി വരും. ഇത് ഈ പരന്ന പാത്രം ആയതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിക്കണം, അപ്പോൾ അത്രയും എണ്ണയുടെ ആവശ്യമില്ലല്ലോ. പിന്നെ ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ലല്ലോ. അത് കാരണം ഞാൻ
അത് കുറച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പൊടി കുഴച്ച് വെച്ചിരുന്നത് കണ്ടോ. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നേ. ഒരുപാട് നേരമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ചമ്മന്തി അരച്ച നേരം കൊണ്ട് അത്രയും നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൈരിനകത്താണ് ഈ പൊടി കുഴയ്ക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർക്കാം നമുക്ക്. പാത്രം നന്നായി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കാവുള്ളൂ എപ്പോഴും നമ്മൾ. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഇപ്പോൾ റെസിപ്പി ഒന്നും ഇടാതിരിക്കുകയായിരുന്നു. അന്ന് ഗോതമ്പ് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം പിന്നീടൊന്നും ഇട്ടില്ല. എനിക്ക് പനിയായിരുന്നു, ചുമയും തലവേദനയും ഉണ്ടായിരുന്നു, ചെവിക്കൊക്കെ വേദനയായിരുന്നു. അത് കാരണം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പിന്നെ തുടങ്ങുക ഞാൻ ചെറുതായിട്ടൊരു ചെറിയ കഫക്കെട്ടൊക്കെ ഉണ്ട് എനിക്ക്. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് ഉരുണ്ട് വരും. നമ്മൾ കുഴിയുള്ള പാത്രത്തിൽ എണ്ണ കൂടുതൽ ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ ഉരുണ്ട് പൊന്തി വരും ഇത്. വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷമാണ് ഞാൻ കുറേശ്ശെയായിട്ടെടുത്ത് ഇട്ട് ചൂടായി ഇട്ടേക്കാം. ഇത് ഫുള്ളായിട്ടും നമുക്ക് പരത്തി അങ്ങിട്ട് കൊടുക്കാം അതിനകത്തേക്ക്. നമ്മൾ ഷേപ്പിലൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഇത് ഉരുണ്ട് വരുന്നതാണ്. അപ്പോൾ അത് കുഴിയുള്ള പാത്രത്തിനകത്താകുമ്പം കൂടുതൽ എണ്ണ ഒഴിക്കുമ്പോഴേ അങ്ങനെ വരുള്ളൂ. ഇതെന്നാലും പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റാണിതിന്. തൈരൊക്കെ ചേർത്ത കാരണം തൈര് ഞാൻ നല്ലോണം തൈരും ഓയിലും കൂടെ ആദ്യം ഞാനൊന്ന് ഇതുമായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഉപ്പും ചേർത്ത് കുഴച്ചത്. അങ്ങനെ കുഴയ്ക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ച് തരണം. അങ്ങനെ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾ വിജയിപ്പിക്കണം. പൊന്തി വരാൻ തുടങ്ങിയത്. ഇട്ടപ്പോൾ തന്നെ അത് പൊന്തി വരും. നമ്മൾ കുറേശ്ശെല്ലേ ഇട്ടുള്ളൂ. ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുള്ളൂ. ഒരു 3/4 കപ്പ് പൊടിയേ എടുത്തിട്ടുള്ളൂ. മൈദപ്പൊടിയാണ് അത് എടുത്തേക്കുന്നത്. 3/4 കപ്പ് പൊടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഇതെല്ലാം സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇത് പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് ഈ ചമ്മന്തിയും കൂട്ടി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു 4 പേർക്കൊക്കെ 4 പേർക്കൊക്കെയുള്ള ചായക്കടിക്ക് ഉണ്ടാവും. നന്നായി കഴിക്കാനുണ്ടാവും. ഇതെല്ലാം നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നല്ല സ്ക്രിപ്പി ആയിരിക്കും. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകം വരെയും നല്ല നമ്മൾ കടിക്കുന്ന സമയത്ത് ഞെരിയരെന്ന് കേൾക്കും. അതുപോലെ ആയി വരും ഇത്. അത് തൈരൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഉള്ള നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ഇത് നന്നായി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നും വിചാരിക്കും ഡെയിലി ഓരോ റെസിപ്പി ഇടണമെന്ന് വിചാരിക്കും. സുഖമില്ലാതിരുന്നതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ യോഗയൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി.
നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ് ഓരോന്നും ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് ചിലവുമില്ല. അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ടിട്ട് വലിയ വലിയ റെസിപ്പികളൊക്കെ ഇടണം. ഓരോ ദിവസം ഓരോന്നോരോന്നിടാമെന്ന് ഓർത്തിരിക്കുക. പക്ഷേ ജലദോഷവും പനിയൊക്കെ വന്ന് ചെവിവേദനയൊക്കെ വന്ന കാരണമാണ് അങ്ങനെ ആയിപ്പോയത്. ഇപ്പോൾ ഇതൊരു വിധം മൂത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇടാനുള്ളൂ. എല്ലാം എല്ലാം നന്നായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ആ ചമ്മന്തിയും കൂട്ടി ഇത് കഴിക്കുക. സോസ് കൂട്ടി കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇത്. പിന്നെ സോസും ചമ്മന്തിയും കൂടെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു മധുരവും ഒരു എരിവും എല്ലാം കൂടി ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരു അച്ചാറിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുടുംബശ്രീയുടെ പേരിലാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് വാങ്ങണം. എൻ്റെ നമ്പർ ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, 1-2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും നമ്പർ. പിന്നെ എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഈത്തപ്പഴം, ക്യാരറ്റ്, നാരങ്ങ അച്ചാറാണ് ഞങ്ങളിപ്പം ഇട്ടിരിക്കുന്നത്. എല്ലാ അച്ചാറുകളും വെറൈറ്റി അച്ചാറുകളാണ്. അധികം താമസിക്കാതെ തന്നെ പച്ചക്കറി കൊണ്ടുള്ള അച്ചാർ ഇടുന്നതായിരിക്കും. അങ്ങനെ ഓരോന്നോരോന്ന് ഞങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾ വാങ്ങുക, ടേസ്റ്റ് നോക്കുക. നല്ലതെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ആവശ്യമുള്ളവർ എൻ്റെ 9950709777 വിളിക്കുക. ആവശ്യമുള്ളവർ 9950709777 ഈ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യമുള്ളവർ. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വേഗം ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളത്. നമുക്കൊരു 4 മണി പലഹാരമാകും. പിന്നെ നോമ്പ് ഉള്ളവർക്കും ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പെട്ടെന്നൊരു ചായക്കടിയാവും. നല്ലൊരു പലഹാരമാണ്. ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കണം, കഴിക്കണം. നല്ല സ്ക്രിപ്പി ആയിട്ടുണ്ടത്. ഇതെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്തു. ചമ്മന്തിയും വെച്ച് ഞാനത് ആ ചമ്മന്തി എടുത്ത് അത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നോക്കണം. നല്ലൊരു ഭക്ഷണ സാധനമാണ്. ഞാൻ ഇതൊന്ന് ഒടിച്ച് കാണിച്ചാൽ ഒരു സാധനവും തിന്ന് കാണിച്ചിട്ടില്ല ഇതുവരെയും. കണ്ടോ, വളരെ സോഫ്റ്റുമാണ്, സ്ക്രിപ്പിയാണ്. പുറമെല്ലാം കണ്ട നല്ല ഇതായിട്ടാണ്. വളരെ ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അങ്ങനെ എൻ്റെ ചാനലിനെ വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു.